ശരി, അവിടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പറഞ്ഞിട്ടുള്ളത്. മരണം എന്ന് പറയുന്നത് ഒരു പാസീവ് ആക്ഷനാണ്. ഷുഹൈബ് ഉസ്താദ് മരണത്തെക്കുറിച്ച് പറയുന്നത് നോക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം ഒരു സൃഷ്ടിയാണെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത എന്ന് ഖുർആനിൽ ഒരുപാടുണ്ട്. ജീവിതത്തെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്, മരണത്തെയും സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മരണം ഒന്നിൻ്റെയും എൻഡല്ല. മരണം ഒരു 360 ഡിഗ്രി ഒരു ലൂപ്പ് സർക്കിളിൻ്റെ ഒരു ചാപമാണ്. ഒരു ചാപത്തിലേക്ക്, ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു എൻട്രൻസ് ആണ് മരണം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മരിക്കലോടുകൂടെ വ്യക്തിയിൽ നിന്ന് അവൻ്റെ കോൺഷ്യസ്നെസ്, എനർജി, ആത്മാവായിട്ട് പുറത്തു പോകുന്നു. അടുത്ത ഘട്ടത്തിൽ അത് അവനിലേക്ക് തന്നെ തിരിച്ചു വരും. അങ്ങനെയുള്ള ഒരു റൊട്ടേറ്റിംഗ് സങ്കല്പമാണ്. പക്ഷെ ആ മരണം എന്നുള്ളത് ഒരു പ്രധാന ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മതം മുന്നോട്ട് വെക്കുന്നതിൻ്റെ ഒരു കാര്യം, അതിനുശേഷമാണ് റിവാർഡ് കിട്ടുക എന്നുള്ള ഒരു സങ്കല്പമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ആ റിവാർഡ് കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു സ്വാർത്ഥ സെൽഫിഷ്നെസ് അല്ല അവിടെയുള്ളത്. എന്തിന് പെറിഷാൻ പെറിൽ സഹിക്കുന്നു, ബന്ധിപ്പിക്കുന്നില്ല. ഒരാൾ ആത്മഹത്യ ചെയ്യേണ്ട ഒരു പ്രശ്നം ഒരാൾ അനുഭവിക്കുന്നു. അപ്പോൾ അയാൾക്ക് തോന്നണം, ഞാൻ എന്തിന് ആത്മഹത്യ ചെയ്യാതിരിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്ന ഒരു ഘട്ടം. എൻ്റെ ഇഷ്ടം ഞാൻ മാറ്റിവെച്ച് ഞാൻ എൻ്റെ പാരൻസിന് സർവീസ് ചെയ്യണം, എൻ്റെ ഇഷ്ടം ഞാൻ മാറ്റിവെച്ചിട്ട് അതിന് ഇവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നും കിട്ടാതെ ഞാൻ എൻ്റെ ചോയ്സ് ഒഴിവാക്കണം. ഇത്തരം ഘട്ടത്തിലൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനുള്ള ഒരു പ്രചോദനം, ജീവിക്കാനുള്ള പ്രചോദനം. അപ്പോൾ എന്നോട് ഒരു കുട്ടി ഒരിക്കൽ ചോദിച്ചിരുന്നു, എല്ലാ പരീക്ഷയിലും തോറ്റാ, ഞാനെന്ത് തെറ്റാണ് ചെയ്തത്? എക്സാമ്പിൾ, അല്ലെങ്കിൽ സൗന്ദര്യം കുറഞ്ഞതിൻ്റെ പേരിൽ ബഹിഷ്കരിക്കപ്പെടുന്ന, എബിളിസം ഇല്ലാത്തതിൻ്റെ പേരിൽ അവസരം കിട്ടാതെ പോകുന്ന ആളുകൾ. ഇതിനൊക്കെ നിങ്ങളുടെ കാലിൽ ഒരു മുള്ള തറച്ചാൽ പോലും ആ മുള്ള തറച്ചത് നിങ്ങളായിട്ട് മുള്ളുമ്പോൾ പോയി കാല് വെച്ചതല്ല, ഒരു തിരക്കഥയുടെ മാനിഫെസ്റ്റേഷനാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് നാളെ റിവാർഡ് കിട്ടും എന്നുള്ളൊരു കൺസെപ്റ്റ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നുണ്ട് അറ്റ് ബേസിക് ലെവൽ. അപ്പോൾ അതിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റാണ് മരണം എന്നുള്ളതാണ്. ഒരു മനോഹരമായ ഒരു കലാപ്രവർത്തനമാണ് മരണം. ഉസ്താദിന്റെ ഈ വാക്ക് നാം മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കെല്ലാം മനസ്സിലാകും. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. ഈ ദുനിയാവിന്റെ കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, നമ്മൾ പഠിക്കുന്നവരാണ്, ജോലി ചെയ്യുന്നവരാണ്, പല നിലക്കും നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപഴകുന്നവരാണ്, ഇടപെടുന്നവരാണ്. ഇതൊക്കെ ചെയ്യുന്നത് നാളെ നമുക്ക് കിട്ടും എന്നുള്ള ഒരു ഉദ്ദേശം നമ്മുടെ മനസ്സിൽ ഉണ്ട്. റിവാർഡ്, സമ്മാനം, അല്ലെങ്കിൽ ഒരു സുഖം, മനസ്സിന് സുഖം, ഹൃദയത്തിന് ശാന്തത, ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ഇഷ്ടപ്പെട്ട ജോലി, ഇഷ്ടപ്പെട്ട പഠനം, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത പഠനം പഠിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഉമ്മ ഉപ്പ ഒക്കെ പറയും, പഠിച്ചോ, നാളത്തേക്ക് ഉപകാരപ്പെടും, വെറുതെ പഠിക്കാതിരുന്നാൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്നൊക്കെ മാതാപിതാക്കളാവട്ടെ ടീച്ചേഴ്സ് ആവട്ടെ ഒക്കെ പറയും. അപ്പോൾ എല്ലാവർക്കും കോമൺ ആയ ഒരു സംഗതിയാണ് മരണം. ഈ മരണം എല്ലാവരും രുചിക്കുക തന്നെ ചെയ്യും, ആരും തന്നെ ഒഴിഞ്ഞു മാറൂല. അപ്പൊ ഈ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ജീവിതം ക്ലിയർ അല്ലെങ്കിൽ, നമ്മുടെ ഈ ജീവിതം നല്ലതല്ലെങ്കിൽ നമ്മുടെ ആഖിറമാകുന്ന പരലോകത്തിന് വലിയ ഇടങ്ങേറാവും. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ, എന്ത് എന്നൊക്കെ ചോദിക്കുന്നവരോട്, നമ്മൾ മരിക്കുന്ന ദുനിയാവിൽ ഏത് നിമിഷവും മരിക്കും. ആ മരണപ്പെടുന്ന ദുനിയാവിൽ നാം ഒരുക്കി വെക്കുന്നു. പക്ഷേ ആഫ്റ്റർ ദി ഡെത്ത് എന്ത് സംഭവിക്കും? അതൊക്കെ ക്ലിയറായി ഹബീബായ പുണ്യ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വിശ്വസിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.